الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر صدق الله العظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചങ്ങളഖിലം സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മാത്രം വഴിപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യക്തിപരവും കുടുംബപരവും സാമ്പത്തികവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും തഖ്വ പാലിക്കണമെന്ന്, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. തഖ്വ ബോധം മാത്രമാണ് നമ്മുടെ ഇഹപര വിജയത്തിൻ്റെ യഥാർത്ഥ മാർഗം. പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തഖികളായ അടിമകളിൽ ഉൾപ്പെടുത്തി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിലെ രണ്ടാമത്തെ 10 പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷകളുമായി നമ്മിലേക്ക് കടന്നു വന്ന റമദാൻ എന്തൊക്കെയാണ് നമ്മിൽ ബാക്കി വെക്കുന്നത്? ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അവയിൽ എത്രമാത്രം നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു എന്ന് വളരെ ഗൗരവപരമായി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തേണ്ട നിർണായകമായ സന്ദർഭമാണിത്. ഒരുപക്ഷെ വേണ്ടത്ര പ്രയോജനപ്പെടുത്താതെ ഒരു പതിവ് ശീലമായി റമദാൻ നമ്മിൽ നിന്ന് കടന്നു പോവുകയാണെങ്കിൽ നമ്മെപ്പോലെ ഭാഗ്യം കെട്ടവർ മറ്റാരും ഉണ്ടാവുകയില്ല. ഈ നിർണായകമായ ഘട്ടം, അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ഈ ഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാൽ ആത്മപരിശോധന നടത്തി നാം നമ്മെ ഒന്നുകൂടി ഒരുക്കി നിർത്തുവാൻ ശ്രദ്ധിക്കുക. അവസാനത്തെ 10
പല കാരണങ്ങളാലും ശ്രേഷ്ഠമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ആഖിബത്തുൽ ഉമൂർ, നമ്മുടെ കർമ്മങ്ങളുടെ, കാര്യങ്ങളുടെ പര്യവസാനം വളരെ പ്രധാനപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പര്യവസാനം, അന്ത്യഘട്ടം ശുഭകരമായി തീരാൻ വേണ്ടി അള്ളാഹുവോട് പ്രത്യേകമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ നിലയിൽ ആഖിബത്ത്, വിശുദ്ധ റമളാനിന്റെ ആഖിബത്ത്, പര്യവസാനം നന്നായി കിട്ടുവാനാണ് ഇനി അങ്ങോട്ട് നാം ശ്രമിക്കേണ്ടത്. തീർച്ചയായും ഒരു ഫിനിഷിംഗ് പോയിന്റ് ആണല്ലോ ഒരു മത്സരാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇബാദത്തുകളിലും അവന്റെ ആയുസ്സിന്റെ അറുതിയിലുമെല്ലാം വളരെ പ്രധാനമാണ്. എങ്ങനെയാണ് നാം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഇബാദത്തുകളെ ഈ വിശുദ്ധ റമളാനിനെ ഫിനിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനനുസരിച്ചായിരിക്കും അള്ളാഹു നാളെ കണക്കെടുപ്പ് നടത്തുക. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ റമളാനിലെ അവസാനത്തെ 10 അതിശ്രേഷ്ഠമായിട്ട് പ്രത്യേകമായി വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്. അവസാനത്തെ 10ന്റെ മറ്റൊരു സവിശേഷമായ പ്രത്യേകത, ഈ 10 ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന വേളയാണ് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ട് സവിശേഷമായ മാസമാണ് റമളാൻ. ആ അവതരണത്തിന്റെ ആരംഭം വിശുദ്ധ റമളാനിലെ അവസാനത്തെ 10ൽ കടന്നു വരുന്ന ലൈലത്തുൽ ഖദറിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, നിശ്ചയം നാം ഇതിനെ, ഈ വേദഗ്രന്ഥത്തെ ലൈലത്തുൽ ഖദറിൽ ആണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, സൂറത്തു ദുഖാനിൽ നാം ഇതിനെ അനുഗ്രഹീതമായ ഒരു രാവിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നും എടുത്തു പറയുന്നുണ്ട്. ലൈലത്തുൽ ഖദർ എന്നതിൻ്റെ അർത്ഥം, വ്യാഖ്യാനം 2 തരത്തിൽ പറയപ്പെടാറുണ്ട്. അൽ ഖദർ എന്ന പദത്തിന് മഹത്വം എന്നാണ് ഒരു വിശദീകരണം. മറ്റൊന്ന് വിധി നിർണായകം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആ രാവ് മഹത്വമുടയതായത്? വിശുദ്ധ ഖുർആനിന്റെ അവതരണത്താൽ മഹത്വപൂർണമായത്, മറ്റെല്ലാ രാവുകളെക്കാളും അതിശ്രേഷ്ഠമായത് എന്ന് നാം അതിലൂടെ മനസ്സിലാക്കുന്നു. ഇതേപോലെ തന്നെ ഈ രാവ് വിധി നിർണായകമായ രാവാണ്. ഇതിന് 2 തരത്തിലുള്ള വ്യാഖ്യാനമാണ്. അതിലൊന്ന്, വിശുദ്ധ ഖുർആൻ അവതരിച്ചതിലൂടെ വിധി നിർണായകമായി തീർന്ന രാവ് എന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യൻ വിശുദ്ധ ഖുർആനിനോട് എന്ത് സമീപനം വെച്ചു പുലർത്തുന്നുവോ അതിനനുസരിച്ചാണ് നാളെ പരലോകത്ത് അയാളുടെ വിധി നിർണയിക്കപ്പെടാൻ പോകുന്നത്. ഇത് വളരെ ഗൗരവതരമായൊരു വ്യാഖ്യാനമാണ്. ഒരാൾ വിശുദ്ധ ഖുർആനിനോട് എന്ത് നിലപാട് വെച്ച് പുലർത്തിയോ അതിനനുസരിച്ചാണ് നാളെ പരലോകത്ത് അയാളുടെ വിധി നിർണയിക്കപ്പെടാൻ പോകുന്നത്. ഖുർആനിനെ ഉൾക്കൊണ്ടുവോ അതോ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞുവോ, വിശുദ്ധ ഖുർആനിലെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ ശ്രമിച്ചുവോ, അതല്ല ഖുർആനിനെ മാറ്റിവെച്ചുകൊണ്ട് തനിക്ക് തോന്നുന്ന നിലപാടുകളിലാണോ ഒരാൾ മുന്നോട്ട് പോയത്, ഇതിനനുസരിച്ച് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അയാളുടെ വിഷയത്തിൽ അന്തിമ വിധി തീർപ്പാക്കുന്ന നിർണായകമായ സന്ദർഭം എന്ന നിലക്ക് ഖുർആനിന്റെ അവതരണവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലൈലത്തുൽ ഖദറിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ മറ്റൊരു വ്യാഖ്യാനം, ഖുർആൻ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകുന്ന വ്യാഖ്യാനം, ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹക്കീം, എല്ലാ കാര്യങ്ങളിലും യുക്തിഭദ്രമായ സകല കാര്യങ്ങളും നിർണയിക്കപ്പെടുന്ന, തീരുമാനം കൽപ്പിക്കപ്പെടുന്ന വേളയാകുന്നു അത് എന്നതാണ് അതിന്റെ മറ്റൊരു വ്യാഖ്യാനം. പണ്ഡിതന്മാർ അതിന്റെ വിശദീകരണം നമുക്ക് നൽകുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകുന്ന വ്യാഖ്യാനം, യുക്തബു മിൻ ഉമ്മിൽ കിതാബ് മാ യകൂനു ഫിസ്സന മിൻ റിസ്ഖിൻ വ മതരിൻ വ ഹയാത്തിൻ വ മൗത്ത്. അല്ലാഹുവിന്റെ മൂലപ്രമാണത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നതാണ് ആ രാവിൽ. മാ യകൂനു ഫിസ്സന, ഒരു വർഷം സംഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം, മിൻ റിസ്ഖിൻ, ഭൂമിയിൽ ലഭിക്കേണ്ട ജീവിത വിഭവങ്ങൾ എന്തൊക്കെയാണ്, എത്രയാണ്, വ മതർ, മഴ, വ ഹയാത്ത്,
അതേപോലെ തന്നെ ജീവിതം അല്ലെങ്കിൽ ജനനം, മൗത്ത് മരണം. ഇങ്ങനെ വരാനിരിക്കുന്ന ഒരു വർഷം ഭൂമിയിൽ എന്തൊക്കെ സുപ്രധാനമായ കാര്യങ്ങൾ നിർണയിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തീരുമാനം കൽപ്പിക്കപ്പെടുന്ന രാവാണത് എന്നാണ് അതിന്റെ വിശദീകരണമായിട്ട് പറയപ്പെടുന്നത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സുപ്രധാനമായ കാര്യങ്ങൾ വയുസല്ലിമുഹു ഇലാ മുദബ്ബിറാത്തിൽ ഉമൂർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ നിയന്ത്രണാധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു കൊടുക്കും. ആരുടെ കയ്യിൽ? വഹും അർബഉം മിനൽ മലായിക, 4 പ്രധാന മലക്കുകളുടെ കയ്യിൽ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കും. ഇസ്രാഫീൽ വ മീകായിൽ വ അസ്രായീൽ വ ജിബ്രീൽ അലൈഹിമുസ്സലാം. ഇങ്ങനെ 4 മലക്കുകളുടെ കയ്യിൽ വരാനിരിക്കുന്ന ഒരു വർഷത്തെ മുഖ്യ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്ന വേളയാണത് എന്ന് ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അഥവാ മലക്കുകളും ഈ പ്രപഞ്ചത്തിന്റെ ഘടനയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വേള കൂടിയാണ്. നാം പൊതുവെ മലക്കുകളിലുള്ള വിശ്വാസം എന്നത് വിശ്വസിച്ച് മാറ്റിവെക്കുന്ന ഈമാൻ കാര്യങ്ങളിൽ ഒന്നായിട്ടാണ് പൊതുവെ കരുതുക. അതേസമയം മലക്കുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. ആ മലക്കുകളാലാണ് അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ഭൂമിയിൽ നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തനസ്സലുൽ മലായികത്തു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. എല്ലാ കാര്യങ്ങളുമായിട്ട് തങ്ങളുടെ നാഥന്റെ അനുമതിയോടുകൂടി മലക്കുകൾ വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന വേളയാണത്. വാനലോകവും ഭൂമിയും തമ്മിൽ ചുംബിക്കുന്ന, പരസ്പരം ബന്ധപ്പെടുന്ന സുപ്രധാനമായ ഒരു വേളയാണത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ആ നിലക്കാണ് ഇതിന് വ്യാഖ്യാനം നൽകപ്പെടുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനത്താലും നിയന്ത്രണത്താലും മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ ഒരില വീഴുന്നത് പോലും. ഒരു മനുഷ്യന്റെയും യാതൊരു വിധത്തിലുള്ള കൈകടത്തലുകൾക്കും വിധേയമല്ല ഈ പ്രപഞ്ചം, ഈ ലോകം, അതേപോലെ തന്നെ ഒരു മനുഷ്യന്റെയും കർമ്മങ്ങൾ എന്ന നിലക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇടപെടലുകൾ വളരെ വ്യക്തമായിട്ട് തന്നെ അവയിൽ നമുക്ക് കാണുവാൻ കഴിയും. അതേസമയം മനുഷ്യൻ തന്റെ ഇച്ഛകൾക്കനുസരിച്ച് ഈ ലോകത്ത് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു തആലവിന് നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് കണക്ക് തീർപ്പ് നാളെ നൽകപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ ലൈലത്തുൽ ഖദറിന്റെ വിശദീകരണമായിട്ട് ആ രാവിന്റെ ശ്രേഷ്ഠതയായി എടുത്തു പറയുന്നുണ്ടല്ലോ, ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണത്. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണത്. എന്താണ് 1000 മാസം എന്ന് പറഞ്ഞത്? ഒരു പുരുഷായുസ് എന്ന് പറയാം. 80-ൽ പരം വർഷങ്ങൾ, 84 വർഷവും 3 മാസവും ആണ് 1000 മാസങ്ങൾ എന്ന് പറയുന്നതെങ്കിൽ, ഒരു പുരുഷായുസ് മുഴുവൻ ഒരു മനുഷ്യൻ പരമാവധി ഇബാദത്തിൽ മുഴുകിയാൽ അയാൾക്ക് നേടുവാൻ കഴിയുന്ന ഏറ്റവും മികച്ച പ്രതിഫലം ഒരു രാവ് കൊണ്ട് സത്യവിശ്വാസികൾക്ക് നേടുവാൻ കഴിയും എന്ന മഹത്തായ വാഗ്ദാനമാണ് അതിലടങ്ങിയിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇസ്രായേൽ സമൂഹത്തിലെ ഒരാളെപ്പറ്റി 1000 വർഷം പടച്ചട്ടയണിഞ്ഞ് ദീനിന്റെ മാർഗത്തിൽ പോരാടിയ ഒരാളെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തപ്പോൾ സ്വഹാബിമാർ സ്വാഭാവികമായിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആഗ്രഹം പ്രകടിപ്പിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, നമുക്കും ഇതുപോലെ ഒരു അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അവർക്ക് നൽകിയ മറുപടി, നിങ്ങൾക്കതിന് പകരമായിട്ട് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാവുണ്ടല്ലോ, അതിനാൽ നിങ്ങൾ കൂടുതൽ ഇബാദത്തുകളിൽ മുഴുകുവാൻ ആ സന്ദർഭം ഉപയോഗപ്പെടുത്തുക എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഉണർത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിന് ആയുസ് കുറവാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എടുത്തു പറഞ്ഞല്ലോ, എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60-നും 70-നും ഇടയിലാണ്. അതുകൊണ്ട് ആ ആയുസ്സിനിടയിൽ പരമാവധി ഇബാദത്ത് ചെയ്താൽ നേടിയെടുക്കുവാൻ കഴിയുന്ന പരമാവധി പ്രതിഫലം ഒരു രാവ് കൊണ്ട് നേടാൻ കഴിയും എന്ന് തന്നെയാണ് അതിന്റെ വിശദീകരണം എന്ന് കാണാം. ഈ വേള ഏറ്റവും അനുഗ്രഹീതമായിരിക്കും. അല്ലാഹു തആല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്തായ അനുഗ്രഹം, അതൊരിക്കലും ഒരു സത്യവിശ്വാസി നഷ്ടപ്പെടുത്തി കളയരുത്. ഒരുപാട് അനുഗ്രഹങ്ങളുടെ പെരുമഴക്കാലമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ റമദാൻ. അതിലെ അതിശ്രേഷ്ഠമായ മുഹൂർത്തങ്ങളിലേക്ക് നാം നടന്നെടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി നാം ഓരോരുത്തരും നടത്തേണ്ടതുണ്ട്. എല്ലാ അർത്ഥത്തിലും
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാവിന്റെ ശ്രേഷ്ഠത വീണ്ടും വിശദീകരിക്കുന്നു. ഇദാ കാന ലൈലത്തുൽ ഖദ്ർ ആയാൽ നസല ജിബ്രീലും ഫീ കബ്കബത്തിൻ മിനൽ മലായിക, മലക്കുകളുടെ മഹത്തായ വ്യൂഹങ്ങളോടൊപ്പം, വലിയ വലിയ ബറ്റാലിയനുകളോടൊപ്പം ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. യുസല്ലൂന വയുസല്ലിമൂന അലാ കുല്ലി അബ്ദിൻ ഖായിമിൻ ഔ ഖാഇദിൻ യദ്കുറുല്ലാഹ തആല, നിന്നും ഇരുന്നും അല്ലാഹുവെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുന്ന, ആ രാവിൽ ഇബാദത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഓരോ അടിമക്കും ഈ മലക്കുകൾ മുഴുവനും സലാമും സലാത്തും നൽകി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും എന്നാണ്. ഇതിൽ പരം ഒരു അനുഗ്രഹം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നേടിയെടുക്കുവാനില്ല എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. മലക്കുകളുടെ പ്രാർത്ഥനയുണ്ടല്ലോ, വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്ന പ്രാർത്ഥന സൂറത്ത് ഗാഫിറിൽ, റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വ ഇൽമ, പടച്ചവനെ എല്ലാറ്റിനേക്കാളും വിശാലമായിരിക്കുന്ന നിന്റെ കാരുണ്യവും നിന്റെ അറിവും മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ നിന്നോട് ഇരക്കുകയാണ്, ചോദിക്കുകയാണ് നാഥ. ഫഗ്ഫിർ ലില്ലദീന താബു വത്തബഉ സബീലക്, പടച്ചവനെ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ടിരിക്കുന്ന നിന്റെ അടിമകൾക്ക് നീ പുറത്തു കൊടുക്കണം. വത്തബഉ സബീലക്, നിന്റെ മാർഗം പിൻപറ്റിയവരാണവർ. വഖിഹിം അദാബൽ ജഹീം, അവരെ നരകശിക്ഷയിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണേ റബ്ബേ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ ആ രാവിൽ അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി സുജൂദിൽ വീണുകൊണ്ട് പ്രാർത്ഥിച്ച് തങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അടിമകൾക്ക് വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. റബ്ബനാ വഅദ്ഖിൽഹും ജന്നാത്തി അദ്നില്ലദീ വഅദ്തഹും, പടച്ചവനെ നീ അവർക്ക് വാഗ്ദാനം ചെയ്ത മഹത്തായ സ്വർഗ്ഗലോകമുണ്ടല്ലോ, ആ സ്വർഗ്ഗ പ്രതീക്ഷയാണ് പകലിൽ ദാഹവും വിശപ്പും സഹിച്ചുകൊണ്ട് തങ്ങളുടെ ശാരീരികമായ ഇച്ഛകളെയും എല്ലാവിധ ആസ്വാദനങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഇബാദത്തിൽ മുഴുകുവാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. നാഥ, അത് തന്നെയാണ് ഈ വേളയിൽ പരമാവധി സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് നീ നൽകിയ അനുഗ്രഹങ്ങളെല്ലാം മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനുള്ള സന്നദ്ധത അവർ പ്രകടിപ്പിക്കുന്നത്. നീ അവർക്ക് സ്വർഗ്ഗലോകം വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന ഒറ്റ കാരണത്താലാണ്. മാത്രമല്ല റബ്ബേ, ഈ രാവിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് നിന്നും ഇരുന്നും അവർ നിരന്തരം ഇബാദത്തിൽ മുഴുകുന്നത്, നിന്നെ സ്മരിച്ചുകൊണ്ട് ഇബാദത്തുകളിൽ മുഴുകുന്നത് ആ വാഗ്ദാനം പുലരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് നാഥ, വഅദ്ഖിൽഹും ജന്നാത്തി അദ്നില്ലദീ വഅദ്തഹും, നീ അവർക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗലോകം നൽകിയിട്ട് നീ അവരെ അനുഗ്രഹിക്കണം റബ്ബേ. മാത്രമല്ല വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാത്തിഹിം, അവരിൽ സ്വാലിഹീങ്ങളായ അവരുടെ മാതാപിതാക്കൾ, അവരുടെ ഇണകൾ, അതേപോലെ തന്നെ അവരുടെ കുടുംബവും മക്കളും, ഇങ്ങനെ തുടങ്ങി എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണം റബ്ബേ. ഇന്നക അൻതൽ അസീസുൽ ഹക്കീം, നീ അസീസും ഹക്കീമുമാണല്ലോ. അതിനാൽ നിന്റെ മുമ്പിലാണ് അവരിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അവരുടെ പ്രാർത്ഥന നീ തട്ടിക്കളയരുത് റബ്ബേ എന്ന് മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്ന അനുഗ്രഹീതമായ വേളയിലേക്കാണ് നാം പ്രവേശിക്കാൻ പോകുന്നത് എന്നോർക്കണം. അതിനാൽ ഈ വേള ഒരിക്കലും അലസമായി നഷ്ടപ്പെടുത്തി കളയരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അലസരായി ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാ റഅയ്തു മിസ്ലന്നാരി നാ മഹാരിബുഹ, നരകം പോലെ ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ നരകത്തെ ഭയപ്പെടുന്ന മനുഷ്യനില്ലേ, അയാൾ സ്വസ്ഥമായി കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കാം. നരകത്തെ വല്ലാത്ത പേടിയാണ്, പക്ഷേ ഉറക്കിന് യാതൊരു ഭംഗവുമില്ല. നരകത്തെ പേടിച്ചുകൊണ്ടിരിക്കെ തന്നെ സ്വസ്ഥമായിട്ട് തൻ്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ അയാൾക്ക് സാധിക്കുന്നു. വമാ റഅയ്തു മിസ്ലൽ ജന്ന മനാമ ത്വാലിബുഹ, സ്വർഗം പോലെ പ്രതീക്ഷ നൽകുന്ന മറ്റൊരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് ശേഷം തിരിച്ചെത്തിയിട്ട് പറയുന്ന വാക്കാണ്, സ്വർഗം പോലെ പ്രതീക്ഷ നൽകുന്ന അനുഗ്രഹത്തിന്റെ മറ്റൊരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ കണ്ടില്ലേ, ആ സ്വർഗം പ്രതീക്ഷിക്കുന്ന, സ്വർഗത്തിന് വേണ്ടി അല്ലാഹുവോട് തേടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ മുഴുവനും ഉറങ്ങിക്കിടക്കാൻ, ആർക്കും അധ്വാനിക്കുവാനുള്ള യാതൊരു ചിന്തയുമില്ല. അവരവരുടെ ജീവിതശീലങ്ങളിൽ തന്നെ കുരുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണവർ. എപ്പോഴാണ് ഈ സമൂഹം ഉയർത്തെഴുന്നേൽക്കുക എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പ്രയോഗത്തിന്റെ പൊരുൾ എന്ന് തീർച്ചയായും നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതിനാൽ ഈ രാവിനെ പ്രതീക്ഷിക്കുകയും ഇത് ഞാൻ നേടിയേ അടങ്ങൂ എന്ന നിലക്ക് മത്സര ബുദ്ധിയ മുന്നോട്ട് വരാനും നാം ഓരോരുത്തരും സന്നദ്ധരാവണം. എപ്പോഴായിരിക്കും അത് സംഭവിക്കുക?
ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തു തന്നെയായാലും മിനൽ അശ്രിൽ അവാഖിർ മിനൽ അശ്രിൽ അഖീരി മിൻ റമളാൻ, വിശുദ്ധ റമളാനിലെ അവസാനത്തെ 10 തന്നെയാണ് അത് സംഭവിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സ്ഥിരപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് സംശയിക്കാനില്ല. ആയിഷ റളിയല്ലാഹു അൻഹായുടെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിച്ചത്. മാത്രമല്ല അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിലാണ് അതിന് സാധ്യത എന്നുകൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനാൽ അതെപ്പോഴാണ്, ആ ഒറ്റയിട്ട രാവ് എപ്പോഴാണ് എന്ന് ചികഞ്ഞന്വേഷിച്ച് കണ്ടെത്തുന്നതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ മഹത്തായ വാഗ്ദാനത്തെ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി രംഗത്തിറങ്ങുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ ഈ വേളയെക്കുറിച്ച് അറിയിപ്പ് നൽകി. അങ്ങനെ റസൂലുള്ള അത് അറിയിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വരുന്ന വഴിയിൽ രണ്ടുപേർ തമ്മിൽ ചണ്ട കൂടുന്നത് കണ്ടു. അതിലിടപെട്ട് അത് പരിഹരിക്കുമ്പോഴേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത് ഉയർത്തപ്പെട്ടു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞല്ലോ, നിങ്ങൾക്കതിൽ നന്മയുണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട് ഉയർത്തപ്പെട്ടു എന്ന് ചോദിച്ചപ്പോൾ അതിൽ നിങ്ങൾക്ക് നന്മയുണ്ട്. കാരണം അത്രയും നാളുകൾ ഒരേ മനസ്സോടെ ഇബാദത്ത് ചെയ്യുവാൻ അല്ലാഹു തആല അവസരം നൽകാൻ. ഇത് അല്ലാഹുവിന്റെ ഹിക്മത്തിന്റെ ഭാഗമാണ്. വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു പ്രത്യേക സന്ദർഭമുണ്ട്. പക്ഷെ എപ്പോഴാണെന്ന് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? വെള്ളിയാഴ്ച മുഴുവനും സത്യവിശ്വാസി അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ തേടിക്കൊണ്ട് കഴിച്ചുകൂട്ടുവാൻ വേണ്ടിയാണത്. ആ മനസ്സോടുകൂടി തന്നെയാണ് ലൈലത്തുൽ ഖദറിനെ തീർച്ചയായിട്ടും നാം മനസ്സിലാക്കേണ്ടതും പ്രയോജനപ്പെടുത്തേണ്ടതും. ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അതിനുവേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസാനത്തെ 10 കുറിച്ച് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ, ഇദാ ദഖലൽ അശ്റുൽ അവാഖിർ ശദ്ദ മിഅ്സറഹു, അവസാന 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉടുപ്പ് അര മുറുക്കി ഉടുക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് വേണ്ടി കച്ചകെട്ടി ഇറങ്ങുമായിരുന്നു. മറ്റെല്ലാ ചിന്തകളിൽ നിന്നും മുക്തനായിക്കൊണ്ട് പൂർണ്ണമായും ഇബാദത്തിൽ മുഴുകുമായിരുന്നു. വഅഹ്യാ ലൈലഹു, തന്റെ രാവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സജീവമാക്കുമായിരുന്നു. പരമാവധി സൂറ മുസമ്മിലിൽ വിശേഷിപ്പിച്ചതുപോലെ ഇബാദത്തിൽ മുഴുകുകയും അല്പനേരം ഉറങ്ങുകയും വീണ്ടും എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുമ്പിൽ കൈകളുയർത്തി പ്രാർത്ഥിക്കുകയും നമസ്കരിക്കുകയും ചെയ്തുകൊണ്ട് അസ്വസ്ഥനായിട്ട് അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ എങ്ങനെയെങ്കിലും നേടിയെടുക്കണമെന്ന മത്സര ബുദ്ധിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കച്ചകെട്ടി ഇറങ്ങുമായിരുന്നു. മാത്രമല്ല വഅയ്ഖദ അഹ്ലഹു, കുടുംബത്തെ എഴുന്നേൽപ്പിക്കുമായിരുന്നു. അവർ ക്ഷീണിച്ചുറങ്ങുകയാണ് എന്ന് കരുതിയിട്ട് അവരെ വെറുതെ വിടുകയായിരുന്നില്ല. മറിച്ച് അവരെ കൂടി ഉണർത്തിയിട്ട് നേരത്തെ മലക്കുകൾ നടത്തുന്ന പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞല്ലോ, വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം, പടച്ചവനെ ഈ മുത്തഖീങ്ങളായ വിശ്വാസികളുടെ മാതാപിതാക്കളെയും അതുപോലെ അവരുടെ ഇണകളെയും അവരുടെ സന്താനങ്ങളെയും, വമൻ സ്വലഹ, അവരിൽ ആരൊക്കെയാണോ സ്വാലിഹീങ്ങളായിട്ടുള്ളത് അവരെയും നീ സ്വർഗത്ത് പ്രവേശിപ്പിക്കണം. അപ്പൊ സ്വാലിഹാവുക എന്ന മിനിമം യോഗ്യത നേടിയെടുത്തവരായിരിക്കേണ്ടതുണ്ട് നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗവും. അതിൽ പ്രത്യേക താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തെ കൂടി സ്വർഗത്തിന്റെ വഴിയിൽ മുന്നേറുവാൻ, ഈ മത്സരപ്പാച്ചിലിൽ അവരെ കൂടി പങ്കാളികളാക്കുവാൻ നാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ തന്നെ ആയിരിക്കണം വിശ്വാസിയുടെ ജീവിതം മുഴുവനും. ഞാനും എൻ്റെ ഇബാദത്തും എന്നതിനപ്പുറം എൻ്റെ കൂടെ ഈ ലോകത്ത് എൻ്റെ സുഖദുഃഖങ്ങളെല്ലാം പങ്കുവച്ച് എന്നോടൊപ്പം കഴിച്ചുകൂട്ടിയ എൻ്റെ കുടുംബവും നാളെ ഉണ്ടായിരിക്കണം എന്നത് വിശ്വാസിയുടെ അടങ്ങാത്ത ഒടുങ്ങാത്ത ആഗ്രഹമായിരിക്കണം. ആ ആഗ്രഹത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി പടച്ചവനെ, ഞങ്ങളെല്ലാവരും ഇതാ നിന്റെ അടിമകളായ എൻ്റെ മക്കളും ഇണയും അതേപോലെ തന്നെ കുടുംബങ്ങൾ ഒന്നടങ്കം നിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തിയിരിക്കുകയാണല്ലോ റബ്ബേ, അതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കുക എന്ന നിലയിൽ പ്രാർത്ഥിക്കുമ്പോൾ പടച്ചതമ്പുരാൻ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ലൈലത്തുൽ ഖദറിന്റെ വേളയിൽ ഞാൻ പ്രത്യേകിച്ച് എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് തേടേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ വിട്ടുവീഴ്ചയാണ്,
നീ അങ്ങേയറ്റം വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനല്ലോ, അതിനാൽ എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണേ റബ്ബേ, എന്നോട് നീ മാപ്പാക്കണമേ എന്ന പ്രാർത്ഥനയാണ് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന വേളയിൽ അവസാനത്തെ പത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ പഠിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ അവസാനത്തെ 10 ഇത്ഖും മിനന്നാറിന്റെ നരകവിമുക്തിയുടെ 10ആണ്. അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. നരകവിമുക്തി നൽകി എന്നെ അനുഗ്രഹിക്കണമേ, സ്വർഗപ്രവേശം നൽകി അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയും അവസാനത്തെ 10 അതിശ്രേഷ്ഠമായ പ്രാർത്ഥനകളായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലൈലത്തുൽ ഖദ്ർ ലഭിക്കാനിരിക്കുന്ന, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വരാനിരിക്കുന്ന നാളുകളെ പരമാവധി ഉപയോഗപ്പെടുത്തുവാനുള്ള മുന്നൊരുക്കങ്ങളിൽ നാം ഓരോരുത്തരും സജീവമാവണം എന്നാണ് ഉണർത്തുവാനുള്ളത്. അത് നേടിയെടുക്കുവാൻ, അത് തീർച്ചയായും ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുവാനുള്ള മാർഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ഇഅ്തികാഫ് അഥവാ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ തന്നെ പൂർണ്ണമായും തളച്ചിടുക എന്ന അതിശ്രേഷ്ഠമായ ഒരു കർമ്മം. ഇസ്ലാമിൽ സന്യാസമുണ്ടോ? സന്യാസമില്ല. ഇസ്ലാമിൽ ആ നിലയിലുള്ള സർവസംഘ പരിത്യാഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതേ സമയത്ത് ഒരു നിശ്ചിതമായ നാളുകൾ അള്ളാഹുവിൻ്റെ ആരാധനാലയത്തിൽ, അള്ളാഹുവിൻ്റെ ഭവനത്തിൽ തന്നെ തളച്ചിട്ടുകൊണ്ട് ഭൗതികമായ ലൗകികമായ എല്ലാ ചിന്തകളിൽ നിന്നും, സകല ഇടപാടുകളിൽ നിന്നും മുക്തനാക്കിയിട്ട് പൂർണ്ണമായും പടച്ചതമ്പുരാനിലേക്ക് മുറിഞ്ഞു വീഴുന്ന അവസ്ഥയിൽ അള്ളാഹുവെ പ്രാപിക്കുവാനുള്ള അവസരം, അങ്ങനെ അത് മുഖേന വരാനിരിക്കുന്ന ജീവിതത്തിലെ ഇടപെടലുകളെ, നാളുകളെ പരിപൂർണമായും അള്ളാഹുവിലേക്ക് തിരിച്ചു നിർത്തുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനൊരു അവസരം നമുക്ക് നൽകിയിട്ടുണ്ട്. കഅബാലയത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം, ഇസ്മായിൽ അലൈഹിമസ്സലാം രണ്ടുപേരോട് നടത്തിയൊരു വസിയത്തുണ്ടല്ലോ, വതഹിറ ബൈതിയ ലിത്വാഇഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്. ഈ ഗേഹം തവാഫ് ചെയ്യുന്നവർക്കും റുക്കൂഉം സുജൂദും അനുഷ്ഠിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ ആകിഫീൻ, ഇഅ്തികാഫ് അനുഷ്ഠിക്കുന്നവർക്കും വേണ്ടി എപ്പോഴും വിശുദ്ധീകരിക്കണം എന്ന് പറയണ്ടായി. ആ ഇഅ്തികാഫ് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ നമ്മെ തളച്ചിട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ അതിഥികളായിട്ട് കഴിച്ചുകൂട്ടുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതകാലത്ത് അവസാനത്തെ 10 എല്ലാ വർഷങ്ങളിലും ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹിക്ക് ശേഷം റസൂലുള്ളാഹിന്റെ പത്നിമാരും ഇതേപോലെ തന്നെ ഈ അനുഷ്ഠാനം തുടർന്നു വന്നിട്ടുണ്ട് എന്ന നിലക്ക് വളരെ ശ്രേഷ്ഠമായ ഒരു സുന്നത്തായി തന്നെ അതിനെ നാം മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതിനാൽ കഴിയുന്നിടത്തോളം ഇഅ്തികാഫിൽ മുഴുകുവാൻ നാം ശ്രദ്ധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞു. ഫിൽ മുഅ്തകിഫ്, ഇഅ്തികാഫ് ഇരിക്കുന്നവന്റെ പ്രത്യേകത, ഹുവ യഅ്തകിഫു ദുനൂബ്, അവൻ തൻ്റെ പാപങ്ങളെ ബന്ധിച്ചിടുകയാണ് ചെയ്യുന്നത്. പുറത്തിറങ്ങിയാൽ കാണാൻ പറ്റാത്ത, കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ നമുക്ക് മുമ്പിൽ മുഴുവനുള്ളത്. ഇതിൽ നിന്ന് പൂർണ്ണമായും മനസ്സിനെയും ശരീരത്തെയും നമ്മുടെ ചിന്തകളെയും മുക്തമാക്കുവാനുള്ള വേള. ഹുവ യഅ്തകിഫു ദുനൂബ്, തൻ്റെ പാപങ്ങളെ ബന്ധിച്ചിടുകയാണവൻ. വയജ്രി ലഹു മിനൽ ഹസനാതി കആമിലിൽ ഹസനാതി കുല്ലിഹ. എന്നാൽ അയാൾ പള്ളിയിൽ കഴിച്ചുകൂട്ടുകയാണ് എന്ന് കരുതിയിട്ട് പുറത്തായിരിക്കുമ്പോൾ അയാൾക്ക് നേടാൻ കഴിയുന്ന പുണ്യങ്ങൾ അയാൾക്ക് നഷ്ടപ്പെട്ടു പോകും എന്നൊരിക്കലും കരുതേണ്ടതില്ല. പുറത്ത് കഴിയുന്ന ഒരാൾ എന്തൊക്കെ നന്മകൾ പ്രവർത്തിക്കാൻ അയാൾക്ക് അവസരം ലഭിക്കുന്നുവോ അതിന് അയാൾക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾക്ക് തുല്യം പ്രതിഫലം ഇഅ്തികാഫിരിക്കുന്ന ആൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും നൽകുക തന്നെ ചെയ്യും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിനാൽ ഇഅ്തികാഫിന് നിയ്യത്ത് ചെയ്യുവാൻ നാം ഓരോരുത്തരും പരമാവധി ശ്രമിക്കണം. കഴിയുന്നവർ മുഴുവൻ ദിവസങ്ങളിലേക്കും നിശ്ചയിക്കുക. അതിന് സാധ്യമല്ലാത്തവർ കഴിയുന്നിടത്തോളം അള്ളാഹുവിൻ്റെ ഭവനത്തിൽ രാത്രിയോ പകലോ ഒക്കെ ആയിട്ട് പരമാവധി കഴിച്ചുകൂട്ടാൻ ശ്രദ്ധിക്കുക. നമ്മുടെ വീടും കുടുംബമൊക്കെ വിട്ട് അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് വരിക, അതും പരിശീലിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ ചുറ്റുപാട് വളരെ സമാധാന അന്തരീക്ഷത്തിൻ്റെതാണ്. അതുകൊണ്ട് പലപ്പോഴും ത്യാഗത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ സംസ്കാരം തന്നെ പലപ്പോഴും നമുക്ക് അന്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും അങ്ങനെ ആയിരുന്നില്ലല്ലോ. മക്കയിൽ നിന്ന് എല്ലാം വിട്ടേച്ചുകൊണ്ട് അവരവരുടെ ജീവിതത്തെ മദീനയിലേക്ക് പറിച്ചു നട്ടു. ഇതേപോലെ നിരന്തരം യുദ്ധക്കളങ്ങളിലേക്കുള്ള യാത്രകളിലായിരുന്നു അവർ. സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിയ,
അവസ്ഥയിലായിരുന്നില്ല അവർ. അത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെയൊരു ശീലവും സംസ്കാരവും നമ്മിലും ഉണ്ടാവേണ്ടതുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറക്കമൊഴിക്കുവാൻ, അള്ളാഹുവിന് വേണ്ടി സ്വന്തം കിടപ്പറ വിട്ട് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ കഴിച്ചുകൂട്ടുവാൻ, ഇബാദത്തിൽ മുഴുകുവാൻ, കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് വാർക്കുവാൻ ഒക്കെയുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിനാൽ ജീവിതത്തിൽ ലഭിക്കുന്ന അനർഘ നിമിഷം, വളരെ മഹത്തരമായ പ്രതിഫലാർഹമായ മുഹൂർത്തം എന്ന നിലക്ക് ഇഅ്തികാഫിന് വേണ്ടി പരമാവധി നിയത്ത് ചെയ്യുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് പ്രത്യേകമായ സ്ഥലം തിരഞ്ഞെടുക്കുക, പള്ളികളിൽ പ്രത്യേകമായ സ്ഥലം തിരഞ്ഞെടുക്കുക എന്നത് പ്രാധാന്യമുള്ളതാണ്. ജുമുഅയുള്ള പള്ളിയാവുക എന്നത് പ്രാധാന്യമുള്ളതാണ്. കാരണം ജുമുഅക്ക് വേണ്ടി അദ്ദേഹം പുറത്തു പോകേണ്ട അവസ്ഥ ഉണ്ടാകരുത്. ജമാഅത്ത് നമസ്കാരം നടക്കുന്ന പള്ളികളായാലും ശ്രേഷ്ഠം തന്നെയാണ്. 20ൻ്റെയോ 21ൻ്റെയോ രാവിൽ പള്ളികളിൽ പ്രവേശിക്കുകയും കഴിയുന്നതും മഗ്‌രിബിന് മുമ്പായി പ്രവേശിച്ചുകൊണ്ട് പിന്നീട് മാസപ്പിറവിയോടുകൂടി പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്യുന്ന രീതിയാണ് ഇഅ്തികാഫിൻ്റെ പൂർണ്ണമായ രീതി എന്ന് മനസ്സിലാക്കണം. അനിവാര്യമായ വേളകളിൽ, അഥവാ മരണാസന്നനായ രോഗിയെ അനിവാര്യമായി സന്ദർശിക്കേണ്ടതുണ്ടെങ്കിൽ മാത്രം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന, അതുപോലെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി മാത്രം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന രീതിയിൽ സ്വന്തത്തെ തളച്ചിടുകയും ഇബാദത്തുകളിൽ മുഴുകുകയും പഠനത്തിലും മറ്റു കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഇഅ്തികാഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ നമ്മുടെ ഈ മത്സരത്തിൻ്റെ, അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള ഈ കുതിച്ചുചാട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ബോധപൂർവം ഈ വിഷയങ്ങളിൽ പ്രത്യേകം തീരുമാനമെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല വരാനിരിക്കുന്ന നാളുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സൗഭാഗ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.